അപ്പൊ അതെ ഇന്ന് തൊട്ടിട്ട് നമ്മളെ വീട്ടില് നോൻപ് തുടങ്ങിയിട്ടാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി കൂലിയൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് അടുക്കളയിൽ കയറാനും ഫുഡ് വെക്കാനും ഒക്കെ പറ്റുള്ളൂ കേട്ടോ. 5 മണിക്ക് മുന്നേ നീച്ചാൽ എന്റെ കുളിയും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു 5:30 ആകുമ്പോഴേക്കും കഴിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി തൊട്ടിട്ട് ഇത്തിരി നേരത്തെ എനിക്കണേ. പിന്നെ നേരെ വിളക്ക് കൊളുത്താട്ട ചെയ്തത്. പിന്നെ അമ്പലത്തിൽ ഇതേ പാട്ടും വെച്ചിട്ടുണ്ട്. സ്വാമിമാരൊക്കെ ഉണ്ടല്ലോ അമ്പലക്കുളത്തേക്ക് കുളിക്കാൻ പോണ കാരണം ശരണം വിളി നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ വീട്ടിക്ക്. മൊത്തത്തിൽ ഇതേ രാവിലെ തൊട്ടൊരു പോസിറ്റീവ് വൈബോട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതേ ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ കടലക്കറി കേട്ടോ, പുട്ടും കടല ഉണ്ടാക്കണത്. അപ്പോൾ കടലക്കറിക്ക് ഇതേ ഗ്രേവി റെഡിയാക്കുന്നുണ്ട്. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഒരു സൈഡിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ വെച്ചിട്ടുണ്ട്. ഒക്കെ പെട്ടെന്നായിട്ട് പണി തീർത്തോണ്ടിരിക്കണത്. പിന്നെ കുറച്ചേശം പറക്കണ പാത്രങ്ങളൊക്കെ ഇതേ കൈയോടെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ കൊട്ടത്തളം നിറയും. ചില ദിവസങ്ങളിൽ നല്ല നിറയാറുണ്ട് കേട്ടോ, കുറേ വെക്കണ ദിവസം. ഇന്നിപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും വെച്ചിട്ടില്ല. പിന്നെ അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതേ പുട്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കാപ്പി കുടിച്ചു, ശർക്കര കാപ്പി. പിന്നെ നമ്മുടെ തേജു പാട്ട് വെച്ചോണ്ട തോന്നുന്നു നേരത്തെ എനിക്ക് വന്നിട്ടുണ്ട്. നല്ല തണുക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് ടൈൽസുമ നിൽക്കാതെ ചവിട്ടിയമ്മ കയറിയിട്ടായിട്ടിരിക്കണം. പിന്നെ പെട്ടെന്ന് തന്നെ അവനെയും കുളിപ്പിച്ചു കൂട്ടാ. ഇന്ന് അവനും നേരത്തെ എനിക്കൊണ്ട് തന്നെ അവന്റെ കാര്യങ്ങളും നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിൻഷേട്ടത് അമ്പലത്തിലേക്കാട്ട പോണത്. തേജുവിന് സ്കൂൾ ഉണ്ടല്ലോ, അപ്പൊ വണ്ടി വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അവനെ പറഞ്ഞയച്ചില്ലേ. അപ്പൊ അവന് വേഗം പുട്ടും കടലൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ കുട്ടി അവിടെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ ഞാൻ അവന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീനും കൂടി എക്സ്ട്രാ വറുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് വറുത്തിട്ട് ഇതേ പാത്രത്തേക്ക് മാറ്റുന്നുണ്ട്. വിൻഷേട്ട ഇത് അമ്പലത്തിൽ പോയി വന്നതാട്ടോ. നമ്മുടെ അടുത്ത അമ്പലമായതുകൊണ്ട് തന്നെ നടന്നു പോയിട്ട് വേഗം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊക്കെ ഇതേ കുറിയൊക്കെ തൊട്ടുന്നു. പിന്നെ മൊത്തത്തിൽ പുണ്യാഹം തളിക്കട്ടെ. ആദ്യം തന്നെ ഞങ്ങൾ അതിനെ തളിച്ചു. പിന്നെ നമ്മൾ ഇന്നലെ കഴുകിയിട്ട സാധനങ്ങളൊക്കെ ഇല്ലേ അതിന്റെ മുകളിലൊക്കെ തളിച്ച് വീടിന് ചുറ്റും തളിച്ചു കൂട്ടാ. പിന്നെ തേജുവിന്റെ ഒരു ആഗ്രഹം നമ്മുടെ തേജുവിന്റെ ഹൽക്കിന് ഒരു കുറി തൊട്ട് കൊടുക്കാൻ, അതാണ് കേട്ടോ തൊട്ട് കൊടുത്തത്. പിന്നെ അതെല്ലോടും തളിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടാ. പിന്നെ ഞാൻ വേഗം തേജുവിനെ പറഞ്ഞയക്കണല്ലോ സ്കൂളിലേക്ക്. അപ്പൊ അവനതേ ക്രീമൊക്കെ തേച്ച് മുടിയൊക്കെ ചീകി കുട്ടീനെ റെഡിയാക്കി നിർത്തി. ഇനി എന്റെ തലയിൽ ഈ കെട്ടഴിച്ചില്ലെങ്കിൽ തലയിൽ ഇരുന്ന് തോർത്തുണങ്ങാന്നല്ലാണ്ട് എന്റെ മുടി ഉണങ്ങിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വേഗം അതങ്ങോട്ട് അഴിച്ചിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടാർത്തു. പിന്നെ തേജുവിന്റെ ഷൂ ആട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കണത്. പുതിയ ഷൂ ആട്ട കഴിഞ്ഞ പ്രാവശ്യം ഒരു വട്ടം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തുടയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ, കഴുകാനൊന്നും ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ അവനെ അത് ഇട്ട് കൊടുത്തു. പിന്നെ ഇനി അവനെ വണ്ടി കയറ്റാണ് കേട്ടാ. അപ്പൊ അതുകൊണ്ട് ഇത് അവനെ ആക്കാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇതേ പോവാണ് കേട്ടാ. ബാഗിന് നല്ല വെയിറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് കള്ളുടിച്ചോരുടെ പോലെ ഇതൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി അടിയിട്ടായിട്ടാ നടക്കണത്. ഇന്നെല്ലാം നേരത്തെ കഴിഞ്ഞോണ്ട് തന്നെ വണ്ടി കാത്തിട്ട് കുറെ നേരം നിക്കണ പോലെ തോന്നിയിട്ടാ. അങ്ങനെ അതേ കുട്ടീനെ വണ്ടിയിൽ കയറ്റി വിട്ടു കേട്ടോ. പിന്നെ വിൻഷേട്ടന് ഇന്ന് ഫുഡ് കൊടുത്തയക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നോൻപ് തുടങ്ങിയ കാരണം വിൻഷേട്ടന് എന്തായാലും ഫുഡ് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ പൊതിച്ചോറായിരുന്നു ഞാൻ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ആക്കി ഇതേ ബാഗിൽ വെച്ചു. വിൻഷേട്ടൻ അതേ പോട്ടെ. അപ്പോൾ ഇന്ന് പാലക്കാടാണ്, അതുകൊണ്ട് കുറച്ച് നേരത്തെ വിൻഷേട്ടനും പോയിട്ടുണ്ട്. പിന്നെ അവർ പോയതിന് ശേഷം ഞാൻ ചായ കുടിച്ചു കേട്ടോ. അതേ പുട്ടും കടലക്കറിയൊക്കെ കൂട്ടി ഞാനും ചായ കുടിച്ചു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.